ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിൽ വിമർശനം ഉയർന്നിട്ടും ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ 80 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തി ബന്ദികളുടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. VR കാർത്തിക്കാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കാർത്തിക്, നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളെല്ലാം ഭൂരിഭാഗം പേരും ശക്തമായ വിമർശനവുമായി ഇസ്രായേലിന് നേരെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെ ഒന്നും വകവയ്ക്കാതെ ഈ ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. നിലവിലത്തെ ഒരു സാഹചര്യത്തിന്റെ ഒരു സമഗ്രമായ വിവരം. ആര്യ, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനവും ലോക നേതാക്കളുടെ ചർച്ചയും ഒരു വശത്ത് തുടരുമ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന സന്ദേശം തന്നെയാണ് ഇസ്രായേൽ നൽകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ചില ഡെവലപ്മെന്റ്സ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്തും. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി നടക്കുന്ന സൈഡ് ലൈൻസ് ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ ലോക നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്, സ്റ്റീവ് വിറ്റ്കോഫ് US പ്രതിനിധി ഒരു 21 പോയിന്റ് പ്ലാൻ, ഈ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു 21 പോയിന്റ് പ്ലാൻ US തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ അറബ് നേതാക്കളുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. ജോർദാൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളുമായാണ് ഈ ചർച്ചകൾ നടന്നത്. ഇവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഈ 21 പോയിന്റ് എന്ന ആശയം ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ചർച്ച അതിൽ ഉണ്ടായേക്കും. അതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഈ ചർച്ചകളിൽ ചെറിയ ഒരു മുന്നേറ്റം, അതായത് ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കുന്നു എന്നാണ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഈ ഘട്ടത്തിലുള്ള പ്രതികരണമായി വരുന്നത്. മറ്റൊന്ന്, വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ ഗസ സിറ്റിയിൽ ആക്രമണം തുടരുകയാണ്. ഹമാസിന്റെ സ്ട്രോങ് ഹോൾഡുകൾ ഇനിയും ഉണ്ടെന്നും അവിടെ ആക്രമണം ശക്തമാക്കുമെന്നുമാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിവരം. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 80 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇതിൽ 7 സ്ത്രീകളും 2 കുട്ടികളും അടക്കമാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവരം. ഒരു വശത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും പ്രതിഷേധം ശക്തമാകുന്നുണ്ട് ഇസ്രായേലിൽ. നേരത്തെ 21 ബന്ദികളെയാണ് ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഇവരിൽ 40 പേരുടെ വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. 20 പേരെങ്കിലും ഇതിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അവരെ വിട്ടയക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ന്യൂയോർക്ക് യാത്രയ്ക്ക് മുന്നേ ബൈറൺ എയർപോർട്ടിൽ ഉണ്ടായ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ ശക്തമായ ആവശ്യമുയർന്നത് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ബന്ദികളുടെ മോചനം വേഗത്തിൽ ആക്കണം എന്നുമാണ്. എന്തായാലും ഇസ്രായേലിന് നേരെ ഹൂതികളും പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. 22 പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഐലറ്റ് നഗരത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. ശക്തമായ തിരിച്ചടി ഇതിന് നൽകുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി കഴിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പുതിയ ഘട്ടത്തിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്സ് ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിലാണ്. നേരത്തെ അറബ് നേതാക്കളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ചില പോയിന്റുകൾ ഉദ്ധരിച്ചുകൊണ്ടാവും ഇനി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച. പക്ഷേ അപ്പോഴും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കും മുൻപ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായ ഒരു വരിയുണ്ട്. ദെയർ ഇസ് നോ പാലസ്തീൻ സ്റ്റേറ്റ്, അതായത് പാലസ്തീൻ, സ്വതന്ത്ര പാലസ്തീൻ എന്നത് അംഗീകരിക്കുന്ന ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേലിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കാർത്തിക, നമുക്കറിയാം ഈ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ തനിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഈ ബന്ദികളെ മോചിപ്പിക്കാനാകാതെ പോയത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മാനക്കേടായിട്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇപ്പോഴും ആ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. ഒരു വിഭാഗം ജനങ്ങൾ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നു ഈ പലസ്തീനെതിരായിട്ടുള്ള ആക്രമണം അത് അവസാനിപ്പിക്കണമെന്നുള്ളത്. ആ പ്രതിഷേധങ്ങളെയൊക്കെ എങ്ങനെയാണ് നെതന്യാഹു പ്രതിരോധിക്കുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളടക്കം പാലസ്തീൻ സ്റ്റേറ്റ് എന്ന ആവശ്യത്തിൽ കടുപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ. ആ ഘട്ടത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് നെതന്യാഹു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബന്ദികളെ വിട്ടയക്കുന്നത് വരെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അടക്കം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കവേ പറഞ്ഞത് ഹമാസ് ആണ് ചർച്ചകളുമായി സഹകരിക്കാതെ, ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാകുന്നില്ല, അതുകൊണ്ട് തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ട്രംപ് അടക്കം ഉന്നയിച്ചത്. സ്വാഭാവികമായും ഇസ്രായേലിന്റെ എല്ലാ കാര്യങ്ങൾക്കും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്നത് ഈ ഘട്ടത്തിൽ ഇനി പ്രയാസമായിരിക്കും. കാരണം സെപ്റ്റംബർ നടന്ന ഈ
സെപ്റ്റംബർ 9 നടന്ന ഖത്തർ ആക്രമണം, അതായത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടുകൂടി ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു. അതോടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ പ്രതിഷേധം കൂടുതൽ ശക്തമായതും. കാരണം ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് അത് അടച്ചത്. മധ്യസ്ഥ ചർച്ചകൾക്കായി എത്തിയതായിരുന്നു ഹമാസ് നേതാക്കൾ ദോഹയിൽ. ആ ഘട്ടത്തിലായിരുന്നു ആക്രമണം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു വശത്ത് ആക്രമണവും മറുവശത്ത് മധ്യസ്ഥ ചർച്ചയും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് ഖത്തർ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അത് രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കും എന്ന് വരും കാലങ്ങളിൽ അറിയണം. പക്ഷേ അപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒരു വശത്ത് അദ്ദേഹത്തിനെതിരെ അവിടെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുന്നു. ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കും മുൻപും എയർപോർട്ടിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ബന്ദികളെ മോചിപ്പിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനും ഇസ്രായേലിനുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു വികാരം ശക്തമായി വരുന്നുണ്ട്. പക്ഷേ അതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് ശക്തമായി ഈ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്നതും അതോടൊപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നത്.